ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കേക്ക്സ് ആൻഡ് ഫുഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2 kg വെയിറ്റ് വരുന്ന വാനില വെൽവെറ്റ് കേക്കിൻ്റേതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഫോണ്ടൻ്റ് വർക്കും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായി 1/2 ഗ്ലാസ് ചൂട് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നു. 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഈ മിക്സ് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതേ ബൗളിൽ തന്നെ വാനില കേക്കിനുള്ള മൈദ മിക്സ് കൂടി അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. വാനില കേക്കിൻ്റെയും റെഡ് വെൽവെറ്റ് കേക്കിൻ്റെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി ആദ്യം വാനില കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 4 മുട്ടയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വരണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടിച്ച് വെച്ച 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോഴേ ഇത് ബീറ്റ് ചെയ്യുന്നത് നിർത്താവൂ. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം ബീറ്ററിൻ്റെ ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നീട് സ്പീഡ് കൂട്ടി വരിക. ഇതുപോലെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റായി പോകരുത്. ഓയിൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് കുറേ കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വാനില കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് മാവിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ ബാറ്റർ താഴ്ന്നു പോകും. അതുകൊണ്ട് പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്.
ഞാൻ പതിയെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാനായിട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടെന്നേ ഉള്ളൂ. റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റേത്. ബാറ്ററൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കസ്റ്റമർ പറഞ്ഞത് ടോൾ കേക്കായിട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഇച്ചിരി പൊക്കത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ കേക്ക് ബേക്ക് ചെയ്യാവൂ. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് ഗനാഷൊക്കെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗനാഷിൻ്റെ റേഷ്യോ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഒരു ബൗളിലേക്ക് ഒരു നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും 4 മുട്ടയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ആദ്യം തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് കൂടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കളർ നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും 7 ഇഞ്ചിൻ്റെ ട്രേയിലൊഴിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ആദ്യം ബേക്ക് ചെയ്യാൻ വെച്ച വാനില കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് കേക്കും തണുത്തതിന് ശേഷം ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ വെച്ചത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അത് വെച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് 1/2 കപ്പ് തിളച്ച പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാം. അതിനുശേഷം അല്പം ക്രീം കൊടുത്ത് ലെവൽ ചെയ്യാം. ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചോക്ലേറ്റ് ഗനാഷും ഒഴിച്ചു കൊടുക്കാം. ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റാത്തത്. സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് വാനില കേക്കാണ്. അതുകൂടി വെച്ചിട്ട് നന്നായി ഒന്ന് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ക്രീം കൊടുത്തൊന്ന് ലെവൽ ചെയ്യാം. അതിൻ്റെയും ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചോക്ലേറ്റ് ഗനാഷുമാണ് ഒഴിക്കുന്നത്. അത് രണ്ടും കൂടെ ഒഴിച്ചതിന് ശേഷം മൂന്നാമത്തെ ലെയറായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് വയ്ക്കാം. അങ്ങനെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ലെയർ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആദ്യം ഒരു 2-3 ലെയർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്ത് പോയാൽ അത്രത്തോളം ഒന്ന് എളുപ്പമായിരിക്കും. ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യമേ ക്രം കോട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു 3 ലെയർ ആകുമ്പോൾ തന്നെ അങ്ങ് ക്രം കോട്ട് ചെയ്ത് പോകാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ആദ്യമേ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് പോകുന്നത് കുറേ കൂടി എളുപ്പമായിരിക്കും.
ഇപ്പോൾ ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാലറ്റ് നൈഫ് കൊണ്ട് കേക്കിൻ്റെ അരികൊക്കെ ഒന്ന് അമർത്തി ക്രം കോട്ട് ചെയ്യണം. അപ്പോൾ കേക്കൊക്കെ ഒന്ന് നല്ല ഷേപ്പായിട്ടിരിക്കും. കേക്ക് ചരിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് കേക്കിൻ്റെ ഹൈറ്റിൽ ഒരു ഡവൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 2 ചെറിയ സ്റ്റിക്ക് കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നല്ല സെക്യൂറായിട്ട് തന്നെ ഇരിക്കും, ചരിഞ്ഞൊന്നും വീഴത്തില്ല. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂർ കേക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ടേ ഫൈനലൈസിങ് ചെയ്യാനായിട്ട് എടുക്കാവൂ. പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടാണ് ഞാൻ ഫൈനലൈസിങ് ചെയ്യുന്നത്. പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ഇതുപോലെ ഫൈനലൈസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോൾ കേക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. ടോൾ കേക്കും സ്ക്വയർ കേക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. കേക്കിലേക്ക് ആവശ്യമായ ഫോണ്ടൻറ്റ് വർക്കുകളൊക്കെ ഞാൻ തലേ ദിവസമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നെയാണ് ഞാൻ അതെല്ലാം കേക്കിൽ സെറ്റ് ചെയ്തത്. കേക്കിന് മുകളിൽ ഒരു കാർ വെച്ചിട്ടുള്ളതായിരുന്നു ഡിസൈന്. ഞാനൊരു ബ്ലാക്ക് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് കോൺഫ്ലോർ കൊണ്ടൊന്ന് മയപ്പെടുത്തി എടുത്തിട്ട് അത് വെച്ച് 2 ടയർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫോണ്ടൻറ്റ് വർക്കൊക്കെ തലേ ദിവസമേ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടും. മഴ സമയമൊക്കെ ആണെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ നല്ല പാടാണ്. ഒന്നുകിൽ ഒരു ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകൾ വശം, അതായത് ടോപ്പ് സൈഡിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ചൂട് കൊണ്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ഓവൻ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഫോണ്ടൻറ്റ് വർക്ക് അതിനകത്ത് ഒരു അല്പനേരം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ എടുക്കുമ്പോൾ ആയിരിക്കും അത് നല്ല രീതിയിലൊന്ന് ഹാർഡായി കിട്ടും. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഓവൻ്റെ ടെമ്പറേച്ചർ ഒരു 110 അല്ലെങ്കിൽ 120 ആകാവൂ, അതിൽ കൂടരുത്. ഫോണ്ടൻറ്റ് ഒന്ന് മയപ്പെടുത്തി എടുത്തതിന് ശേഷം ഒരല്പം ഫോണ്ടൻറ്റ് എടുത്ത് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. നല്ല ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോയിൽ കാണും പോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ടയറിൻ്റെ ഷേപ്പിൽ കിട്ടും.
കേക്കിന് ചുറ്റും വെക്കാനായിട്ട് കുറച്ച് ഫോണ്ടൻറ്റ് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാറിൻ്റെ ലോഗോ ഉണ്ടാക്കാം. ഫോണ്ടൻറ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നെയാണ് ഇതെല്ലാം വെച്ച് കൊടുക്കാൻ. ഇതൊക്കെ കേക്കിലൊന്ന് സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് അല്പം ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായിരുന്നാലും ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ച് വേണം ഇതെല്ലാം കേക്കിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ടങ്ങ് ഇരിക്കും. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഫോണ്ടൻറ്റ് വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ ഞാൻ ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.